ഒരു റോട്ട് കിടക്കുന്ന ഒരു ഭിക്ഷക്കാരൻ, ഒരു ഗതിയില്ലാത്ത ഒരുത്തന് അവന് വേണ്ടിയിട്ട് ഈ ഒരു ആളൂരാൻ, ഇത്രയും വലിയൊരു വക്കീൽ, ആളൂരാൻ വക്കീൽ എന്ന് പറഞ്ഞൊരു വക്കീൽ വന്നു, എല്ലായിടത്തും വന്നു, ഒപ്പം നിന്ന് കേസ് വാദിക്കാൻ വന്നു. എന്നിട്ട് സുപ്രീം കോടതി വരെ അവൻ കൂടെ നിന്നു. അന്നേ ജനം അവനോട് പറഞ്ഞിട്ടുണ്ട്, നീ ഇങ്ങോട്ട് എറിയുന്ന കല്ല് തിരിച്ച് നിന്റെ തലയിൽ തന്നെ വന്ന് വീഴും, അന്ന് നീ പൊട്ടിത്തെറിക്കും എന്ന് അന്നേ ആ ജനം മൊത്തം അവനോട് പറഞ്ഞിട്ടുണ്ട്. ഇന്ന് അതേപോലെ തന്നെ അവൻ പൊട്ടിത്തെറിച്ച് പോയില്ലേ. ഞാൻ ഈ ആളൂരാൻ വക്കീലിനോട് ഏതോ ഒരു അഭിമുഖത്തിൽ ഞാൻ ചോദിച്ചിട്ടുണ്ട്, ഈ ദുഷ്ടന് വേണ്ടിയിട്ട് ഈ വാദിച്ചിക്കണ്ട പണം കൊണ്ടുവന്നിട്ട് എന്തെങ്കിലും പ്രയോജനപ്പെടോ? ചത്തു പോകുമ്പോൾ ആരും ഒന്നും കൊണ്ടുപോവില്ല. അവൻ കൊണ്ടുപോയത് എന്താ? ഈ പണമെല്ലാം അവൻ്റെ നെഞ്ചത്ത് വെച്ച് കൊണ്ടുപോയോ അവൻ? ഈ ദുഷ്ടന് വേണ്ടി നിന്നിട്ട് എന്തെങ്കിലും കൊണ്ടുപോയോ? ഒരാൾക്ക് ഒന്നും ചെയ്തിട്ട് ഒരു കാര്യമില്ല. എല്ലാവരും പോകുമ്പോൾ ഒന്നും കൊണ്ടുപോവില്ല. എന്തിന് പിന്നെ അവൻ ഇത് ചെയ്തത്? ഇവന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവിടുന്ന് നമുക്ക് നീതി കിട്ടിയിരുന്നു. ആ നീതി പോലും നിഷേധിച്ചു ഇവൻ. എന്നിട്ട് അവൻ ചത്തുപോയില്ലേ? അവൻ അനുഭവിക്കേണ്ട മുഴുവൻ അവൻ അനുഭവിച്ചിട്ട് തന്നെയാണ് പോയിരിക്കണത്. ആളൂരാൻ വക്കീല്, ഇനി ഒരു വക്കീൽ അങ്ങനെ ഒരു വരില്ലല്ലോ, വരാതിരിക്കട്ടെ. ഇനി ഇതുപോലുള്ള ദുരിതങ്ങൾക്ക് വേണ്ടിയിട്ട് ഇതുപോലുള്ളൊരു വക്കീൽമാർ ഇറങ്ങാതിരിക്കട്ടെ. ഇതുപോലുള്ള വക്കീൽമാർ ഇതേപോലത്തെ കേസിന് വേണ്ടിയിട്ട് ഇതേപോലെ ഈ ആളൂരാൻ വക്കീലിനെ പോലെ പണം വാങ്ങിയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അവരുടെ എല്ലാം തലയിൽ ഇടുത്തി വീഴുള്ളൂ അവസാന കാലത്ത്. അതുണ്ടാവുള്ളൂ. പണം സമ്പാദിക്കാന്നേ ഉള്ളൂ. പക്ഷെ അതൊന്നും അനുഭവിക്കാൻ അവർക്ക് യോഗം ഉണ്ടാവില്ല. ഇതുപോലുള്ള ഓരോ അമ്മമാരുടെ വേദന ഉണ്ടെങ്കിൽ